ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ രണ്ട് കൺസെപ്റ്റുകളാണ് പരിചയപ്പെട്ടത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്, ഇ വെക്ടർ ഇ ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ക്യൂ, ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതുപോലെ തന്നെ ഈക്ക് നമ്മൾ മറ്റൊരു ഇക്വേഷൻ പരിചയപ്പെട്ടു. ദാറ്റ് ഈസ് 1/4πε0 q by r square r cap ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നമുക്കറിയാം ഏതൊരു ചാർജിന് ചുറ്റും there is an electric field around any charge, positive or negative. There is an electric field, means there is a region in which another charge can experience its presence. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്, ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടോ അതിലധികമോ ചാർജസ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ഓൾറെഡി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള കാര്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. അത് ഉപയോഗിച്ചിട്ട്, ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് രണ്ടോ അതിലധികമോ ചാർജസ് ഉള്ള ഒരു സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നോക്കാം. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ കുളോംസ് ലോയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, +1 ഫിസിക്സിൽ വേവ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ? നെറ്റ് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്, ദാറ്റ് ഈസ് the vector sum of fields due to individual charges. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം with an example. Suppose you have two charges, say Q1 and Q2. You have two positive charges, Q1 and Q2. So Q1 is an electric charge. It produces its own electric field. Q2 is an electric charge. It produces its own electric field. That is, the electric field produced by a charge is independent of the presence or absence of other charges. Okay? Electric field produced by a particular charge is independent of the presence or absence of other charges in that medium. എന്ന് പറഞ്ഞാൽ Q1 അതിൻ്റെതായ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ Q2 അതിൻ്റെതായ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ Q1 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് Q2 അവിടെ ഉണ്ടോ ഇല്ലേ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അതർ ചാർജസ്. സോ Q1 produces an electric field, Q2 produces an electric field. Now we want to find out the net electric field at a point P due to the system Q1 and Q2. So when we consider the system, it consists of two charges, Q1 and Q2. So P is a point. The point P lies in the electric field produced by Q1, also in the electric field produced by Q2. Okay? Q1 പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിലാണ് പോയിന്റ് P ഉള്ളത്, അതുപോലെ തന്നെ P എവിടെയാണ്? Q2 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിലാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ at P there are two electric fields acting, one due to Q1 and the other due to Q2. So we want to find out the net field. What is the net field intensity at P due to the system of charges Q1 and Q2? അപ്പോൾ Q1 ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ Q2 P എന്ന പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ what is the net field? Electric field intensity means it is a force acting on unit positive charge. അതായത് P
P എന്ന പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും, അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പിയിൽ ആക്ട് ചെയ്യുന്ന ഫീൽഡ് നമ്മൾ പറഞ്ഞു, രണ്ട് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. വൺ ഡ്യൂ ടു Q1, ലെറ്റ് ഇറ്റ് ബി E1. Okay, E1 is the electric field at P due to Q1, and let E2 be the electric field at P due to Q2. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ നമുക്കറിയാം. E1, what is E1 equal to? 1 by 4 pi epsilon 0 Q1 by distance between Q1 and point P, let it be R1. So Q1 by R1 square along R1 cap. R1 cap in the direction എന്താണ്? എങ്ങനെയാണ് നമ്മൾ P എന്നുള്ള പോയിന്റിൽ Q1 എന്ന ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. For that, what you have to do is place unit positive charge at P. എന്ത് ചെയ്യണം? P എന്നുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? P എന്നുള്ള പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുക. So assume that there is unit positive charge at P. Now, due to the presence of Q1, how does that unit charge move? ഇപ്പോൾ നമ്മൾ assume ചെയ്യുന്നത് Q2 അവിടെ ഇല്ല. Okay, നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ Q1 കൊണ്ടുള്ള ഫീൽഡ് കൺസിഡർ ചെയ്യുമ്പോൾ you don't have to consider the presence of Q2. So Q1 ഇവിടെ ഉള്ളതുകൊണ്ട് Q1 ന്റെ പ്രസൻസ് കാരണം P എന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഏത് ഡയറക്ഷനായിരിക്കും മൂവ് ചെയ്യുക? അതായിരിക്കും P എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. സോ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ Q1 ഇവിടെ ഉള്ളതുകൊണ്ട് Pയിൽ വെച്ചിട്ടുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എങ്ങനെയാ പോവാ? നമുക്കറിയാം ഇത് പോസിറ്റീവ് ചാർജ് ആണ്, Pയിൽ വെക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആണ്. So it moves away from Q1. This is the direction of E1. Okay, vector E1, that is electric field at P due to Q1. Now what you have to find out is the electric field at P due to Q2. So this electric field is acting here. That means if you place unit positive charge at P, that charge may move along this direction. Okay, if Q1 was the only charge, അതായത് Q2 അവിടെ ഇല്ലെങ്കിൽ. ഇനി അതുപോലെ തന്നെ we are going to consider the electric field intensity at P due to the presence of Q2. Q2 ഇവിടെ വെച്ചിട്ടുള്ളതുകൊണ്ട് Pയിൽ നമ്മൾ വെക്കാൻ പോകുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? അപ്പോൾ നമുക്കറിയാം Pയിൽ there is an electric field at P due to Q2. It is given by E2 equal to 1 by 4 pi epsilon 0 Q2 by R2 square, where R2 is the distance between Q2 and Q2 P തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R2. So magnitude is 1 by 4 pi epsilon 0 Q2 by R2 square along which direction? R2 cap. R2 ക്യാപ്പിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? അതായത് Q2 കാരണം Pയിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഏത് ഡയറക്ഷനിലാണ്? അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? Place unit positive charge at P. So at P, electric field intensity due to Q2. അതാണ് നമ്മൾ എഴുതിയത് E2 equal to 1 by 4 pi epsilon 0 Q2 by R2 square R2 cap. Along which direction? For that, place unit positive charge at P. Pയിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കാം. അത് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ it moves away from Q2 along this direction. അപ്പോൾ P എന്നുള്ള പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചു. അപ്പോൾ Q2 ഇവിടെ ഉള്ളതുകൊണ്ട് due to the presence of Q2, how does that positive charge move? So that is the direction of E2, vector E2. അപ്പോൾ Q2 കാരണമുള്ള ഫീൽഡ് കൺസിഡർ ചെയ്യുമ്പോൾ you don't have to consider the presence of Q1. അതാണ് ആദ്യം പറഞ്ഞത്. The field produced by a particular charge is independent of the presence or absence of other charges
in the system. അപ്പോൾ Q1 കാരണം ഒരു ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട് P that is along this direction, it is E1. Q2 കാരണം there is a field acting, that is E2 along this direction. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി മീൻസ് ഫോഴ്സ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഈ ചാർജിൽ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം when a force is acting on a body it moves. Okay. അപ്പോൾ E1 E2 ഈ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? For that you have to find out the resultant force. So E1 and E2 are the electric field intensities at P due to Q1 and Q2 respectively. Now what is the net electric field intensity at P? എങ്ങനെ കണ്ടുപിടിക്കാം? E1 is a vector quantity, E2 also is a vector quantity. So what you have to do is the net electric field intensity at P is the vector sum of electric field intensities due to individual charges. So vector E equal to vector E1 plus vector E2. കാരണം ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതിന്റെ ഡയറക്ഷൻ E1 E2 രണ്ടും വ്യത്യസ്ത ഡയറക്ഷനിലുള്ളത്. അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാൻ എന്ത് ചെയ്യണം? രണ്ട് വെക്ടേഴ്സ് തന്നാൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. സോ ഇവിടെ E1 E2 രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ റിസൾട്ടന്റ് നെറ്റ് വാല്യൂ കിട്ടാൻ you just have to find out the vector sum of E1 and E2. So the net electric field intensity at P due to the charges Q1 and Q2 is given by vector E equal to vector E1 plus vector E2. ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നെറ്റ് ഫീൽഡ് ഇന്റൻസിറ്റി? ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ there we have to use parallelogram law of vector division. Parallelogram law of vector division നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ പാരലോഗ്രാം ലോ ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ വെക്ടർ E is given by root of E1 square plus E2 square plus 2E1 E2 cos theta, not vector E, magnitude. So magnitude of the resultant intensity at P due to the system of charges is given by root of E1 square plus E2 square plus 2E1 E2 cos theta. അത് നമുക്കറിയാം എങ്ങനെയാണ് വെക്ടർ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാന്നുള്ളത്. You just have to complete the parallelogram, then draw the diagonal. Okay, so the diagonal gives you the resultant electric field intensity at P. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? P എന്നുള്ള പോയിന്റ് it is in the electric field produced by charges Q1 and Q2. ഈ രണ്ട് ചാർജസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിലാണ് P ഉള്ളത്. അപ്പോൾ P എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാണ് ചെയ്തത്. അതിന് നമ്മൾ എന്ത് ചെയ്തു? E1 കണ്ടുപിടിച്ചു, that is field due to Q1, then E2 that is field due to Q2. രണ്ടിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കി, E1 along this direction, E2 along this direction. അപ്പോൾ നെറ്റ് ഫീൽഡ് അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വെക്ടർ സം കണ്ടുപിടിച്ചു. E1ന്റെയും E2ന്റെയും വെക്ടർ സം കണ്ടുപിടിച്ചു. അപ്പോൾ വെക്ടർ E മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഇന്റൻസിറ്റി root of E1 square plus E2 square plus 2E1 E2 cos theta. ഈ പാരലോഗ്രാം ലോ ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാൻ പറ്റും? ഡയറക്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ രണ്ട് ചാർജസിന്റെ കേസിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് നെറ്റ് ഫോഴ്സ് ഡ്യൂ ടു ഓർ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ഇസ് ഗിവൺ ബൈ ദ വെക്ടർ സം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റീസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. അത് മൂന്ന് ചാർജസ് ഉള്ള ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ, അതായത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി at a point due to a system of charges is given by the vector sum of field intensities due to individual charges. അതാണ് രണ്ട് ചാർജ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ. അതാണ് രണ്ട് ചാർജസ് ഉള്ള ഒരു സിസ്റ്റം ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത്. അടുത്ത മൂന്ന് ചാർജസ് ഉള്ള സിസ്റ്റം അടുത്ത ക്ലാസ്.